ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അറേസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് ഡേറ്റ ടൈപ്പുകൾ ഒന്ന് ഓർത്തെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ 5 തരം ഡേറ്റ ടൈപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, ഡബിൾ, വോയിഡ്. ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ, ഡബിള്, വോയിഡ്. ഇങ്ങനെ 5 തരത്തിലുള്ള ഡേറ്റ ടൈപ്പുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സാധാരണ ഉള്ളൊരു പ്രോഗ്രാമിൽ നമുക്ക് ഒരു സമയത്ത് ഒരു വേരിയബിൾ മാത്രം അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷൻ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ പല അവസരങ്ങളിലും നമുക്ക് ഒന്നിലധികം വേരിയബിൾസ് ആവശ്യമായിട്ട് വരും. ഉദാഹരണത്തിന് ഒരു 100 സ്റ്റുഡൻസിൻ്റെ മാർക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു ലൊക്കേഷനിൽ മാത്രമായിട്ട് അത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ്, ഒരേ പേരോടുകൂടിയ ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് അറേസ് എന്ന് പറയുന്നത്. അറേസ് ആർ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് വിത്ത് സെയിം നെയിം ആൻഡ് ഡേറ്റ ടൈപ്പ്. അതായത് ഒരേ പേരും ഒരേ ഡേറ്റ ടൈപ്പോടും കൂടിയ ഒന്നിലധികം സ്റ്റോറേജ് ലൊക്കേഷൻസിനെ പറയുന്ന പേരാണ് അറേസ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഈ 2 കാര്യങ്ങളാണ്. അറേസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു പേര് മാത്രമേ കാണുകയുള്ളൂ. അതിൻ്റെ എല്ലാ മെമ്മറി ലൊക്കേഷൻസിൻ്റെയും ഡേറ്റ ടൈപ്പുകൾ ഒന്ന് തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് ഒന്നുകിൽ ഇൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാർ ആയിരിക്കും. ഇങ്ങനെ എല്ലാ ഡേറ്റ ടൈപ്പിൻ്റെയും ടൈപ്പ് ഒന്ന് തന്നെ ആയിരിക്കും. ഇതിനെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഒരു ക്ലാസ്സിൽ തന്നെ ഒരു ആൾക്കിരിക്കാനുള്ള ലൊക്കേഷൻ അല്ല ഉള്ളത്, ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻസ് വേണം. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് 50 സ്റ്റോറേജ് ലൊക്കേഷൻസ് ആവശ്യമാണ്. ആ ഓരോ ലൊക്കേഷൻസിലും ഇരിക്കുന്നതെല്ലാം ഒരേ ടൈപ്പ് തന്നെയാണ്. കുട്ടികൾ എന്ന് പറയുന്ന ടൈപ്പ് തന്നെയാണ് എല്ലാ ലൊക്കേഷൻസിലും ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തിലെ ഒരു കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈസാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് വേറൊരു ഉദാഹരണം വേണമെങ്കിൽ എടുക്കാം. ബസ്സിലെ സീറ്റുകളുടെ എണ്ണം. സീറ്റ് എന്നാണ് അതിലുള്ള ഓരോ സ്ഥലങ്ങളെയും നമ്മൾ പറയുന്നത്. പക്ഷേ ഒരു 50 സീറ്റോളം ഒരു ബസ്സിൽ കാണും. ആ 50 സീറ്റുകളെയും ഓരോ സ്റ്റോറേജ് ലൊക്കേഷനായിട്ട് നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അറേസ് എന്ന് പറയുന്ന ഈ ഐഡിയ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഓരോന്നിനെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഓരോ സീറ്റിനും ഒരു നമ്പർ കൊടുക്കുന്നത് പോലെ അറേയിലെ ഓരോ ലൊക്കേഷനുകളെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ 1, 2, 3 എന്ന നമ്പർ കൊടുക്കുന്നതിന് പകരം ഇവിടെ 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഉദാഹരണത്തിന് 100 ലൊക്കേഷൻ ഉണ്ടെങ്കിൽ 0 മുതൽ 99 വരെയുള്ള ലൊക്കേഷൻസ് ആയിരിക്കും അറേയിൽ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 0യിലാണ് തുടങ്ങുന്നത്. സീറ്റ് നമ്പർ സാധാരണ നമ്മൾ ബസ്സിലൊക്കെ തുടങ്ങുന്നത് 1, 2, 3, 4 എന്നുള്ള രീതിയിലായിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അറേക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പറയണം, അറേയുടെ പേര് പറയണം, അതിൻ്റെ സൈസ് പറയണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഒരു ഡേറ്റ ഡിക്ലറേഷനിൽ അറേക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അറേ എന്താണെന്നുള്ളത് ഞാൻ ഒന്നും കൂടെ പറയാം. കണ്ടിന്യൂസ് സ്റ്റോറേജ് ലൊക്കേഷൻസ് വിത്ത് സെയിം നെയിം ആൻഡ് ഡേറ്റ ടൈപ്പ്. ഒരേ പേരും ഒരേ ഡേറ്റ ടൈപ്പോടും കൂടിയ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന സ്റ്റോറേജ് ലൊക്കേഷൻസിനെ പറയുന്ന പേരാണ് അറേസ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് അറേയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് ഉള്ളത്.
അതിന് നമുക്കൊരു പ്രോഗ്രാമിലേക്ക് പോകാം. ഞാൻ ഒരു ചെറിയ പ്രോഗ്രാം എഴുതിയിട്ട് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. ഇത് നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ്. ഹാഷ് ഇൻക്ലൂഡ് യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ, അതേപോലെ തന്നെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചറിൽ ഒരു സാധാരണ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരു ഇൻറ്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം എങ്കിൽ ഇൻറ്റ് എ ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. എയിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ a = 10 എന്ന് കൊടുത്താൽ എ എന്ന സ്ഥലത്തേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടും. ഇനി നമ്മൾ ആ വാല്യൂ പ്രിൻ്റ് ചെയ്ത് നോക്കണമെങ്കിൽ cout a എന്ന് കൊടുത്താൽ എയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് വരുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാനിതിനെ വീണ്ടും ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കമ്പൈൽ ചെയ്യണം, അല്ലെങ്കിൽ ബിൽഡ് ചെയ്താലും മതി. ബിൽഡ് ചെയ്തതിന് ശേഷം എറർ ഒന്നുമില്ല എങ്കിൽ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ 10 എന്ന് പറയുന്ന വാല്യൂ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ cout ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് cout എയുടെ വാല്യൂ 10 എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ എ എന്ന ഒരു വേരിയബിൾ ടൈപ്പ് ഇൻറ്റിജറായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എ എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ മെമ്മറിയിലെ ഒരു സ്ഥലം എടുത്തിട്ട് അതിനൊരു പേര് കൊടുക്കുന്നു, എ എന്ന പേര് കൊടുക്കുന്നു. എന്നിട്ട് a = 10 എന്ന് കൊടുക്കുമ്പോൾ ആ എ എന്ന പേരിൽ നമുക്ക് വേണ്ടി നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി തന്ന ആ ലൊക്കേഷനിൽ 10 എന്ന വാല്യൂ സംഭരിക്കപ്പെടുന്നു. അതിനുശേഷം ഞാൻ ആ വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കുന്നു. cout എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മോണിറ്ററിലേക്ക് കമാൻഡ് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് cout. അപ്പോൾ cout a. അപ്പോൾ എയ്ക്കുള്ളിൽ എന്താണോ ഇരിക്കുന്നത് അത് മോണിറ്ററിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. എയ്ക്കുള്ളിൽ ഇപ്പോൾ ഇരിക്കുന്ന വാല്യൂ 10 ആണ്. അപ്പോൾ 10 എന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഇവിടെയുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഒരു കസേരയിൽ നമുക്ക് ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ എ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമയത്ത് ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് വേണമെങ്കിൽ എയ്ക്ക് 20 എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ 20 എന്നായിരിക്കും കാണിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരേ സമയത്ത് ഒരു വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇനി എനിക്ക് കുറച്ച് മാർക്കുകൾ സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇൻറ്റ് മാർക്ക് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്, ശ്രദ്ധിക്കണം, സ്ക്വയർ ബ്രാക്കറ്റിനകത്തിൽ നമ്മൾ സൈസ് പറയുക 10 എന്ന് കൊടുത്താൽ മാർക്ക് എന്ന പേരിൽ 10 ലൊക്കേഷനുകൾ ഉണ്ടാകും. അതിൽ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മാർക്ക് 0 എന്ന് പറയുന്ന ലൊക്കേഷൻ ആയിരിക്കും ഫസ്റ്റ് ലൊക്കേഷൻ. മാർക്ക് നിങ്ങൾക്കറിയാം, ഒരു അറേയുടെ ഇൻഡെക്സ് തുടങ്ങുന്നത് 0-യിലാണ്, മാർക്ക് 0. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലൊക്കേഷൻ. അതിലൊരു വാല്യൂ കൊടുത്തു 1 അല്ലെങ്കിൽ 10. രണ്ടാമത് മാർക്ക് 2, മാർക്ക് 1. ഞാനിത് 5 ആക്കാം, എളുപ്പത്തിന് വേണ്ടി ഇത് 5 ആക്കാം, അല്ലെങ്കിൽ ഓരോ തവണയും അത് കൂടുതലായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. മാർക്ക് 1 = 20. മാർക്ക് 3, മാർക്ക് 2, മാർക്ക് 2 = 30. അടുത്തത് മാർക്ക് 4 = 40. മാർക്ക് 3 നമുക്ക് കൊടുത്തിട്ടില്ല. മാർക്ക് 3 = 40. അതിനുശേഷം മാർക്ക് 4 = 50.
ഇങ്ങനെയുള്ള 5 ലൊക്കേഷനുകളാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ മാർക്ക് 5 എന്ന് പറയുമ്പോൾ മാർക്ക് 0 മുതൽ മാർക്ക് 4 വരെയുള്ള 5 ലൊക്കേഷൻസ് നമുക്ക് ഉണ്ടാകുകയാണ്. അതിലേക്ക് എങ്ങനെയാണ് വാല്യൂ അസൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. മാർക്ക് 0 സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്തിട്ട് = 10 = 20 അങ്ങനെ ഓരോ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 5 സ്ഥലങ്ങളിലായിട്ട് 5 പേര് കയറിയിരിക്കുന്നത് പോലെ 5 സ്ഥലങ്ങളിൽ 10, 20, 30, 40, 50 എന്നിങ്ങനെയുള്ള വാല്യൂസ് സംഭരിക്കപ്പെടും. ഇനി നമുക്ക് ഈ ഓരോ വാല്യൂസും നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഫോർ ലൂപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഫോർ ഇൻറ്റ് i = 0 നമ്മൾ നേരത്തെ ഇത് പഠിച്ചിട്ടുള്ളതാണ്, ഫസ്റ്റ് ഇയറിലും പഠിച്ചതാണ്. i <= 4 i++. ഇനി നമ്മൾ സി ഔട്ട് മാർക്ക് ഒരു വേരിയബിൾ അല്ല, എൻ്റെ സ്ഥലം പറയണം, എത്രാമത്തെയാണ് എന്ന് പറയണം. അപ്പോൾ അങ്ങനെ പറയേണ്ടത് കൊണ്ട് നമ്മളവിടെ i എന്ന് കൊടുക്കും, സെമിക്കോളൻ. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം iയുടെ വാല്യൂ 0 ആകും. അപ്പോൾ സി ഔട്ട് മാർക്ക് 0. അപ്പോൾ ഈ വാല്യൂ 10 എന്ന് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം i++ ആകും. മാർക്കിൻ്റെ iയുടെ വാല്യൂ 1 ആകും. അപ്പോൾ 20 എന്ന വാല്യൂ പ്രിൻ്റ് ചെയ്യും. പിന്നെ 30 പ്രിൻ്റ് ചെയ്യും, 40 പ്രിൻ്റ് ചെയ്യും, 50 പ്രിൻ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ iയുടെ വാല്യൂ <= 4 എന്ന കണ്ടീഷൻ തെറ്റുന്നു. iയുടെ വാല്യൂ 5 ആയി പോകും. 5 ആയി പോകുമ്പോൾ ഈ പ്രോഗ്രാം എവിടെ വെച്ച് നിൽക്കും, അത് തിരിച്ച് താഴേക്ക് വരികയും ചെയ്യും. ഇനി നമുക്കിത് അടുത്തടുത്ത ലൈനിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് \n. നിങ്ങൾ ഓർത്തോണം, ഡബിൾ കോട്ട്സിനകത്ത് \n എന്ന് കൊടുത്താൽ അടുത്ത ലൈനിൽ പോകാൻ വേണ്ടിയുള്ള കമാൻഡാണ് \n. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഒന്ന് ബിൽഡ് ചെയ്തതിന് ശേഷം എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് നോക്കാം. എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 10, 20, 30, 40, 50 എന്നുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെ വേണ്ട, താഴെ പ്രിൻ്റ് ചെയ്യേണ്ട, നമുക്ക് ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്ത സ്പേസ് ആയിട്ട് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ \t എന്ന് കൊടുത്താൽ മതി. ടാബ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് t. അപ്പോൾ ഇങ്ങനെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒന്നി ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക, വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 10ന് ശേഷം താഴെ പ്രിൻ്റ് ചെയ്യുന്നതിന് പകരം അത് സ്പേസ് വിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ \n-ഉം \t-യും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു അറേ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്? ഇതാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം ഡേറ്റ ടൈപ്പ്, പിന്നെ അറേയുടെ പേര്, പിന്നെ സൈസ്. ഇനി എങ്ങനെയാണ് ഒരു അറേ ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അറേയിലേക്ക് വാല്യൂസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനിയും അറേയിൽ നിന്ന് എങ്ങനെ വാല്യൂസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് സി ഔട്ടിന് പകരം സി ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ വാല്യൂ കൊടുക്കുന്നില്ല, ഇത് മുഴുവൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇൻപുട്ട് ചെയ്താണ് മാർക്ക് കൊടുക്കുന്നത്. അതായത് നമ്മുടെ കീബോർഡിൽ നിന്നും മാർക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് ഓരോന്നിനും കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊടുത്താൽ മതി. പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. വീണ്ടും പേസ്റ്റ് ചെയ്യുന്നു, ഇവിടേക്കത് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നിങ്ങളിത് പറയാം, ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമ്മൾ സി ഇന്നിൻ്റെ സിമ്പല് തിരിച്ചാണ് ഇടേണ്ടത്. ഇവിടെ നമ്മൾ ഐ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ ഐയുടെ ഡിക്ലറേഷൻ ആവശ്യമില്ല. അപ്പോൾ ഇനിയും ഇപ്പോൾ ഇവിടെ ഇൻറ്റ് മാർക്ക് 5 എന്ന് പറഞ്ഞ 5 ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നിലേക്കും വാല്യൂ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ നിന്നും കൊടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഇതേപോലെ തന്നെ ബിൽഡ് ചെയ്യുന്നു. ബിൽഡ് ചെയ്തപ്പോൾ ഇവിടെ എറർ കാണിച്ചു. അതായത് ഇവിടെ ഔട്ട്പുട്ട് സ്ട്രീമിനകത്തിൽ എററാണ് കാണിച്ചത്. അതായത് സീനിനോടൊപ്പം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. നേരത്തെ നമ്മൾ സി ഔട്ടിൽ നിന്ന് കോപ്പി ചെയ്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതങ്ങ് മാറ്റുക. സി ഔട്ടിൻ്റെ കൂടെ മാത്രമേ അത് പറ്റത്തുള്ളൂ. കാരണം ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ടാബ് കൊടുക്കുക എന്ന് പറയുന്നത് അത് പറ്റാത്ത കാര്യമാണ്. ഞാനത്
ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ചെയ്തു. വീണ്ടും ഇവിടെ ഐ വാസ് നോട്ട് ഡിക്ലെയർഡ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് ഐ ഡിക്ലെയർ ചെയ്തിട്ടില്ലെന്ന് കാണിക്കുന്നു. നമ്മളത് വീണ്ടും ഡിക്ലെയർ ചെയ്യുന്നു, എറർ കറക്റ്റ് ചെയ്യുന്നു. വീണ്ടും ഓരോ ചേഞ്ചസ് വരുത്തുമ്പോഴും ബിൽഡ് അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യും. ഇപ്പോൾ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു, കമ്പൈൽ ചെയ്തു. ഇനി നമുക്ക് എക്സിക്യൂഷനാണ് ചെയ്യേണ്ടത്. എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഇത് ഇവിടെ കമ്പ്യൂട്ടർ വെയിറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ലൊക്കേഷനിലെ മാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അവിടെ 10 എന്ന മാർക്ക് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കീ അടിക്കുന്നു. അപ്പോൾ അത് ആദ്യത്തെ ലൊക്കേഷനിലേക്ക് പോകുന്നു. രണ്ടാമത് 20 എന്ന് ടൈപ്പ് ചെയ്യുന്നു, വീണ്ടും എൻ്റർ അടിക്കുന്നു. അടുത്തത് ടൈപ്പ് ചെയ്യുന്നു, വീണ്ടും എൻ്റർ അടിക്കുന്നു, വീണ്ടും ടൈപ്പ് ചെയ്യുന്നു, വീണ്ടും എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ 5 വാല്യൂസ് ആയിട്ടുണ്ട്. ഈ 5 വാല്യൂസും 5 ലൊക്കേഷൻസിലേക്ക് പെടുകയാണ് ഈ അറേസിൽ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഈ 50 വരെയുള്ള വാല്യൂസ് ഞാൻ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് അത് പ്രിൻ്റ് ചെയ്തു. ആ കമാൻഡുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ്, അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള കമാൻഡ് CIN ആണ്. അപ്പോൾ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഓരോ മാർക്കുകളും ഈ 5 ലൊക്കേഷനിലേക്ക് സംഭരിക്കപ്പെടുന്നു. അതിനുശേഷം ആ ഓരോ വാല്യൂസും എടുത്തിട്ട് നമ്മളൊരു സ്പേസ് കൊടുത്ത് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നു. ഇത്രയും മാത്രമേ നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അറേസ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്, നേരത്തെ നമ്മൾ മാർക്ക് 0 = മാർക്ക് 1 = അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ട ആവശ്യം വന്നു. ഇവിടെ അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതേണ്ട ആവശ്യം വന്നില്ല. സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യണം എന്ന് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ 5 പ്രാവശ്യം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം ഒരു ലൂപ്പിന് എത്ര പാർട്ടുണ്ടെന്ന്. ഇനിഷ്യലൈസേഷൻ, അതാണ് ഈ പാർട്ട് ഇനിഷ്യലൈസേഷൻ. അത് ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടീഷനാണ്, ഏത് കണ്ടീഷൻ വരെ ചെയ്യണം. അതിനുശേഷം ഉള്ള പാർട്ടാണ് ബോഡി ഓഫ് ദ ലൂപ്പ്, ചെയ്യേണ്ട പ്രവൃത്തി. അതിനുശേഷമുള്ളതാണ് അപ്ഡേഷൻ, മാറ്റം. ഈ 4 കാര്യങ്ങളാണ് ഒരു ലൂപ്പിൻ്റെ ഭാഗങ്ങൾ. ഇനിഷ്യലൈസേഷൻ, കണ്ടീഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വൈൽ ലൂപ്പും ഡു ലൂപ്പും അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അറേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറേസ് ആർ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസ് വിത്ത് സെയിം നെയിം ആൻഡ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ അറേയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ആദ്യം ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് വിത്ത് സെയിം ടൈപ്പ്, കോണ്ടിഗ്വസ് മെമ്മറി ലൊക്കേഷൻസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും അറേസ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്തുള്ള ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു അറേയിൽ നമ്മൾ കുറച്ച് സൈസ് പറഞ്ഞിട്ട്, അതായത് ഒരു 20, 100 അല്ലെ 50 ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സൈസ് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ 1 or 2 ലൊക്കേഷനെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ പോലും ബാക്കി അത്രയും ലൊക്കേഷൻസ് മെമ്മറിയിൽ ഉണ്ടായി അത് വേസ്റ്റായിട്ട് അവിടെ കിടക്കും. നമുക്ക് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സംഗതിയാണ്, നമ്മുടെ ബസ്സിൽ 50 സീറ്റുണ്ട്. ചില സമയത്ത് അതിൽ 10 പേര് മാത്രമേ കയറിയിട്ടുള്ളായിരിക്കും, ചിലപ്പോൾ 20 പേര് കാണും, ചിലപ്പോൾ സീറ്റ് ഫുള്ളായിരിക്കും. അപ്പോൾ 20 പേരെ കയറിയിട്ടുള്ളെങ്കിൽ ബാക്കി 30 ലൊക്കേഷൻസ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ അത് മെമ്മറിയിൽ വേസ്റ്റേജ് ഉണ്ടാക്കും. ഇതാണ് അറേയുടെ ഒരു പ്രശ്നം. ഇവിടെ കാണിച്ചിരിക്കുന്നത് വേറൊരു പ്രശ്നമാണ്. അതായത് സീൻ ഒരുപാട് നമുക്ക് വേരിയബിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്രയും വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വേരിയബിളിലേക്കും വാല്യൂസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്രയും സീൻ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതേണ്ടതായിട്ട് വരും. അതേസമയം അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആദ്യം ഡേറ്റ ടൈപ്പ് പറയുക, അതിനുശേഷം അറേയുടെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, സ്ക്വയർ ബ്രാക്കറ്റിനകത്തിൽ അതിൻ്റെ സൈസ് പറയുക, അതിനുശേഷം സെമി കോളൻ ഇടുക. ഇതാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് അല്ലെങ്കിൽ അതിൻ്റെ നിയമം. ഇതാണ് എക്സാമ്പിളാണ് ഇൻറ്റ് നം 10. ഇത് ഡേറ്റ ടൈപ്പാണ്. ഇൻറ്റ് നം എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ്. സ്ക്വയർ ബ്രാക്കറ്റിനകത്തിൽ അതിൻ്റെ സൈസ് പറയുന്നു, സെമി കോളൻ ഇടുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ 10 ലൊക്കേഷൻസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഈ 10 ലൊക്കേഷൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക.
ഈ 10 ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. ശ്രദ്ധിക്കണം. ഫസ്റ്റ് ലൊക്കേഷൻ്റെ പേരാണ് num0, സെക്കൻഡ് ലൊക്കേഷൻ num1, num2, അങ്ങനെ ലാസ്റ്റ് ലൊക്കേഷൻ num9 ആയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 0യിലാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തീരുന്നത് 1 കുറച്ചായിരിക്കും. അത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. നിങ്ങളിതിനെ ഒരു ബസ്സിലെ സീറ്റായിട്ട് അങ്ങ് പരിഗണിച്ചാൽ മതി. ബസ്സിൽ ഇൻ്റെ സീറ്റ് 50 എന്ന് പറയുമ്പോൾ 0 മുതൽ 49 വരെയുള്ള നമ്പേഴ്സുള്ള സീറ്റ് ബസ്സിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പോലെ ആണ് അറേസ് എന്ന് പറയുന്നത്. മെമ്മറിയിൽ അത്രയും ലൊക്കേഷൻസ് ഉണ്ടാകുന്നു. ഇനി നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓരോ പൊസിഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ നമ്പറിനെ പറയുന്ന പേരാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. ആ പൊസിഷൻ 0, 1, 2, 3 എന്ന് പറയുന്ന പൊസിഷനെ പറയുന്ന പേരാണ് സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ്. ഇതാണ് അത് മെമ്മറി കാണിച്ചിരിക്കുകയാണ്. ഇൻറ്റിജർ സാധാരണയായിട്ട് 4 ബൈറ്റാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ 4 കളർ കാണിച്ചിരിക്കുന്നത്. 1, 2, 3, 4 ബൈറ്റ് വെച്ചെടുക്കും. ഓരോ ലൊക്കേഷൻസിനും 4 ബൈറ്റ് മെമ്മറിയാണ് എടുക്കുന്നത്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്, അതായത് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അങ്ങനെ 32 ബിറ്റാണ് ഒരു ഇൻറ്റിജർ എന്ന് പറയുന്ന ഒരു ലൊക്കേഷന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ബൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ബൈറ്റ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് അറേ, അറേ ടൈപ്പ് ഇൻറ്റു സൈസ് ഓഫ് അറേ. ഇവിടെ നമ്മളുടെ അറേയുടെ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്ര? അറേ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. ഇൻറ്റിജറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റാണ്. 4 ബൈറ്റ് ഗുണം സൈസ് ഓഫ് അറേ 10. അപ്പോൾ 10 × 40, 10 × 4 × 10, 40 ബൈറ്റ്സ് ആണ് മെമ്മറി അതിനുവേണ്ടി എടുക്കുന്നത്. ടോട്ടൽ ബൈറ്റ്സ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളിത് പ്രോഗ്രാം ചെയ്ത് കാണിച്ചാണ്. അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന വേറൊരു രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് കൊടുക്കുന്നതിന് പകരം ബ്രാക്കറ്റിനുള്ളിൽ കോമായിട്ട് ഇങ്ങനെ വേണമെങ്കിലും ലൊക്കേഷൻ കൊടുക്കാം. ഇതിൽ ഇൻറ്റ് 0യെ സൂചിപ്പിക്കുന്നത്, സ്കോർ 0യെ സൂചിപ്പിക്കുന്നത് 98 ആണ്, സ്കോർ 1നെ സൂചിപ്പിക്കുന്നത് 87 ആണ്, സ്കോർ 2നെ 92, സ്കോർ 3 79, സ്കോർ 4 85. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അറേ ഇനിഷ്യലൈസ് ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ വേറൊരു രീതിയിലാണ് ഇനിഷ്യലൈസ് ചെയ്തത്, അത് മറ്റൊരു രീതിയാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. ഇനി അറേയിലെ ഓരോ ലൊക്കേഷൻസിനെ എങ്ങനെ നമുക്ക് അക്സസ് ചെയ്യാം? അതായത് നമ്മളും കണ്ടതാണ്, സീൻ ഉപയോഗിച്ച് സി ഔട്ട് ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്യുകയും അതിനകത്തേക്ക് വാല്യൂ കൊടുക്കുകയും ചെയ്യാം. ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രോഗ്രാമിൽ എഴുതി കണ്ടതാണ്. ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ചെയ്ത പ്രോഗ്രാം തന്നെ വേറൊരു തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഒരറയിലെ ഓരോ പൊസിഷനിലൂടെയും പോയി ആ ഓരോ ലൊക്കേഷൻസിലും നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. അക്സസിങ് ഈച്ച് എലമെൻറ്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു തവണയെങ്കിലും അറേയുടെ ഓരോ ലൊക്കേഷനിലും നമ്മൾ പോകുന്നതിനെയാണ് പറയുന്നത് ട്രാവേഴ്സൽ ഓപ്പറേഷൻ. പെർഫോം എനി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. എല്ലാ എലമെൻറ്റിലും ഇഫ് എനി ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഓൺ ഓൾ ദ എലമെൻറ്റ്സ് ഇൻ എൻ അറേ ഇറ്റ് ഈസ് എ കേസ് ഓഫ് ട്രാവേഴ്സൽ. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ ലൊക്കേഷനിലും പോയി വിസിറ്റ് ചെയ്യുക, എല്ലാ ലൊക്കേഷനിൽ നിന്നും നമ്മൾ വാല്യൂസ് എടുക്കുകയോ ആ ലൊക്കേഷനുകളെല്ലാം സന്ദർശിക്കുകയോ ചെയ്യുന്നതിനെയാണ് പറയുന്നത് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഒരു കണ്ടക്ടർ എല്ലാ സീറ്റിലും പോയി എല്ലാവരുടെ അടുത്തു നിന്നും ടിക്കറ്റ് എടുപ്പിക്കുന്നത് ട്രാവേഴ്സലിന് എക്സാമ്പിളാണ്. എല്ലാ ലൊക്കേഷനിലും പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം ഒരാൾ ബസ്സിനകത്ത് കയറിയിട്ട് ഒരു പേര് വിളിച്ച് ഒരാളെ, ആ അഞ്ചാമതിരിക്കുന്ന ആൾ എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾ അതിലുണ്ടോ എന്ന് നോക്കണമെങ്കിൽ, ഉദ്ദേശിക്കുന്ന ആൾ അഞ്ചാമതാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ലൊക്കേഷൻ തൊട്ടിങ്ങനെ നോക്കുന്നു. നോക്കിയപ്പോൾ അഞ്ചാമത്തെ ലൊക്കേഷൻ എത്തിയപ്പോൾ ആളിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ബാക്കിയുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യം ഇല്ല. അത്തരം പ്രോസസ്സിങ്ങും ഉണ്ട്.
അതിനെയാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. സെർച്ചിങ് ആകുമ്പോൾ എല്ലാ ലൊക്കേഷനുകളിലും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ട്രാവേഴ്സൽ ആകുമ്പോൾ നിർബന്ധമായിട്ടും എല്ലാ ലൊക്കേഷനുകളിലും നമ്മൾ സന്ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഒരു 50 നമ്പേഴ്സിൻ്റെ അല്ലെ 10 നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു പ്രോഗ്രാം എഴുതേണ്ടി വന്നാൽ നമുക്ക് എല്ലാ ലൊക്കേഷനിലും പോകണം, എല്ലാ ലൊക്കേഷനിലും കിടക്കുന്ന നമ്പേഴ്സ് എടുത്തിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ അത് ട്രാവേഴ്സലിന് എക്സാമ്പിളാണ്. അതേസമയം ഒരു നമ്പർ നമ്മുടെ അറയിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയെങ്കിൽ അത് സെർച്ചിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ ട്രാവേഴ്സലും സെർച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇത് കുറച്ച് എക്സാമ്പിൾസ് തന്നിരിക്കുകയാണ്. നമ്മുടെ 100 സ്റ്റുഡൻസിൻ്റെ സ്കോർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇൻ്റെ സ്കോർ ആകുമ്പോൾ ഡെസിമൽ സംഖ്യകളൊന്നും വരത്തില്ല എന്നുള്ള ഉദ്ദേശം നമുക്ക് ഇൻറ്റ് ഉപയോഗിക്കാം. ഇൻ്റെ സ്കോർ സ്ക്വയർ ബ്രാക്കറ്റ് 100 എന്ന് കൊടുത്താൽ 100 ലൊക്കേഷൻസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് ഓരോന്നിൻ്റെയും അങ്ങനെ അവർ അറേ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിനകത്ത് കാണിച്ചിരിക്കുകയാണ്. നമുക്ക് എക്സർസൈസായിട്ട് ചെയ്ത് നോക്കാം. ഇതിനകത്തിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഒരു അറയിൽ സ്ട്രിങ്ങുകളെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്ട്രിങ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാരക്ടർ അറയായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ ഒരു പേര്, ഉദാഹരണത്തിന് ഒരാളുടെ പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ ക്യാർ എന്ന് കൊടുത്തതിന് ശേഷം ആ ഇഷ്ടമുള്ള നെയിം കൊടുക്കുക, അതിന് ശേഷം അതിൻ്റെ സൈസ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓരോ ലൊക്കേഷൻസിലേക്കും പോകുന്ന. ഇപ്പം നികേത് എന്ന് പറയുന്നൊരു പേരാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ ഓരോ ലൊക്കേഷൻസിലേക്കും നമ്മൾ ഇത്തരത്തിലാണ് ക്യാരക്ടേഴ്സ് കൊടുക്കേണ്ടത്. ഓരോ ക്യാരക്ടറും കൊടുക്കുന്നത് മാക്സിമം നമുക്ക് 10 ക്യാരക്ടർ വരെ കൊടുക്കാം. അപ്പോൾ ഇനി ഇതിന് ബാക്കിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഓപ്പറേഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ സ്ട്രിങ് ഹാൻഡ്ലിങ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ, അതായത് അറേസ് എന്താണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ജനറലായിട്ടുള്ളൊരു ധാരണ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കതിൻ്റെ കൂടുതൽ ഓപ്പറേഷൻസ്, അതായത് സ്ട്രിങ് ഹാൻഡ്ലിങ് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ക്ലാസ് അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. അറേസ് ആർ സീക്വൻസ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് വിത്ത് സെയിം നെയിം ആൻഡ് ഡേറ്റ ടൈപ്പ്. ഒരേ ഡേറ്റ ടൈപ്പും ഒരേ പേരും ഉള്ള ഒന്നിലധികം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സ്റ്റോറേജ് ലൊക്കേഷൻസിനെ പറയുന്ന പേരാണ് അറേസ്. നിങ്ങൾക്ക് ഇതിന് ധാരാളം എക്സാമ്പിളുണ്ട്. ഒരു ട്രെയിനിലെ സീറ്റ്, ഒരു ബസ്സിലെ സീറ്റ്, നിങ്ങളുടെ ക്ലാസ് റൂമിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇരിപ്പിടം, ഇവയെല്ലാം നമുക്ക് അറേസിന് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ബസ്സിൽ 50 പേർക്കുള്ള സീറ്റുണ്ട്, 10 പേരെ വരുന്നുള്ളെങ്കിൽ ബാക്കി 40 ലൊക്കേഷൻ അവിടെ വേസ്റ്റായിട്ട് കിടക്കും. 50 ലൊക്കേഷനേ ഉള്ളൂ. അതിലേക്ക് 60 പേര് വന്നാൽ അല്ലെങ്കിൽ 51 പേര് വന്നാൽ അവർക്കിരിക്കാൻ സ്ഥലമില്ല. നമ്മൾ ബസ്സിൽ നിൽക്കുന്നത് ഓർത്താൽ മതി. അപ്പോൾ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സൈസ് വരെ മാത്രമേ അതിന് മാക്സിമം കപ്പാസിറ്റി ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡെക്സ് തുടങ്ങുന്നത് എപ്പോഴും 0-യിലായിരിക്കും. അത് അവസാനിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന സൈസിൽ നിന്ന് 1 കുറഞ്ഞിട്ടായിരിക്കും. ഈ കാര്യങ്ങൾ ഓർക്കണം. ഒരു അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആദ്യം ഡേറ്റ ടൈപ്പ് പറയുക, ഡേറ്റ ടൈപ്പിനെ തുടർന്ന് അതിൻ്റെ പേര് പറയുക, പേരിനെ തുടർന്ന് സ്ക്വയർ ബ്രാക്കറ്റിൽ അതിൻ്റെ സൈസ് പറയുക. അങ്ങനെ അതിനുശേഷം സെമിക്കോളൻ ഇടുക. ഇതാണ് ഒരു അറേയുടെ ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ്, അല്ലെങ്കിൽ അതിന് വേണ്ട നിയമം. പിന്നെ നമ്മളൊരു അറേയിലേക്ക് എങ്ങനെ വാല്യൂസ് കൊടുക്കാം, അതിൽ നിന്ന് എങ്ങനെ വാല്യൂസ് എടുക്കാം, ഫോർ ലൂപ്പിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഡേറ്റ അകത്തേക്ക് കൊടുക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിലൂടെ കണ്ടു. എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതും പ്രോഗ്രാമിലൂടെ കണ്ടു. അപ്പോൾ ഇനി നിങ്ങളിത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം.
പ്രോഗ്രാമൂടെ പാരലായിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങളോട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.